വയനാട് ദുരന്തം വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലെന്താ വരാം? വീട് പോയവർക്ക് വീട് കൊടുക്കണം, കാര്യങ്ങളാണ്. പക്ഷെ ലോകത്താദ്യമായിട്ടൊരു ടൗൺഷിപ്പ്, അവിടെ എല്ലാ സൗകര്യവും വേണം. ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന പോലെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും വേണം. ഒപ്പം തന്നെ അവിടെ തൊഴിലെടുക്കാൻ അവർക്ക് ഭാവിയിൽ അവസരം ഉണ്ടാകണം. അപ്പോൾ നമ്മളെല്ലാം ഒരു നില എന്ന് പറയുമ്പോൾ അല്ല, ഒരു നില നമ്മൾ കൊടുക്കാം, പക്ഷേ 2 നില പണിയാൻ അടിത്തറ നമ്മളിട്ട് കൊടുക്കണം. പിന്നെ അവർക്ക് നാളെ ഒരു ഹോം സ്റ്റേ നടത്തണം, വേറെ എന്തെങ്കിലും വേണം എന്നൊക്കെ തോന്നിയാൽ അതിന് പിന്നെ പറ്റാത്ത. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്. നിങ്ങളെങ്ങനെ ഈ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയല്ല ജനങ്ങൾ കാണുന്ന മുഖ്യമന്ത്രി. പിന്നെ ഒരു പ്രശ്നം പ്രകടനാത്മകത ഇല്ല എന്നുള്ളത്. എന്താണോ കാണുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ദേഷ്യം മനസ്സിൽ ഉള്ളിൽ വച്ചിട്ട് ചിരിക്കാനോ സന്തോഷിപ്പിച്ച് നിൽക്കാനോ ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കാനോ അദ്ദേഹം തയ്യാറാകാറില്ല എന്നുള്ളതാണ്. അപ്പോൾ മികച്ച ഒരു ഭരണാധികാരി എല്ലാവരെയും കേൾക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനനുസരിച്ച് നിലപാടുകളെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. നിലപാടെടുക്കുന്നത് വരെയുള്ള എല്ലാ ചർച്ചകളും നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് ഒന്നിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളെല്ലാവരും ഉത്തരവാദിത്വം നേരത്തെ എന്ത് പറഞ്ഞു എന്നത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കലല്ല.